പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. കൂട്ടുകാരെ, ഞാൻ വീണ്ടും വന്നു. 2025 ഓണം കൂടാൻ ഞാനും വന്നു. നിങ്ങൾ എന്നെ കാണുമ്പോൾ ഓർക്കും പുതിയ വേഷത്തിൽ എന്നാണ്. ഞാനും ഒന്ന് മാറ്റി പിടിച്ചു മക്കളെ. ഈ വേഷത്തിൽ ഞാനിവിടെ ഒന്ന് കറങ്ങി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അയ്യോ ദൈവമേ, ഓ പണ്ടത്തെ കാട്ടിലും പന്നം പിടിച്ച റോഡാണല്ലോ. പട്ടി ദൈവമേ, എൻ്റെ വേഷം കണ്ടിട്ടായിരിക്കും അമ്മ ചീത്ത വിളിക്കുന്നത്. ഞാൻ മാവേലിയാണെന്ന് അമ്മമാർക്ക് അറിയത്തില്ലോ. ഇവിടുത്തെ ഉടായ്പകളൊക്കെ ഒന്ന് കാണണം. ഒത്തിരി നാളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. പന്നം പിടിച്ച റോഡ്, ഓ ദൈവമേ, സർക്കാരങ്ങനെ കണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചമ്മ ജയിലിൽ പിടിച്ചത്. അതിൽ നല്ലതും ഉണ്ടായിരിക്കുന്നു. സംഗതിയൊക്കെ കൊള്ളാൻ കിട്ടും, പക്ഷെ പിള്ളേരെ ഒന്നും കാണുന്നില്ല, ഒരെണ്ണം പോലും ഇല്ല. ഞാനില്ല. ഓ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, ആടി തിമർക്കുമായിരുന്നു പിള്ളേരെല്ലാം. പഴയതിനേക്കാളൊക്കെ മാറി വെള്ളം വലിയ വലിയ വീടുകളാണ്. ഈച്ചക്കിട്ടുണ്ട് ഊഴടിക്കാതിരിക്കാനായിരിക്കും. ഇന്നത്തെ ഊണ് ഇവിടെ നിന്ന് ആക്കിയാലോ? വേണ്ട വേണ്ട, നല്ല ബിരിയാണിയുടെ മണമാണ് വരുന്നത്. വേണ്ട. അയ്യോ, ഒരു കുഞ്ഞല്ലേ ഇരിക്കുന്നത്, അവളോട് 2 വർത്തമാനം പറയാം. എന്തോ പരിപാടി? യൂട്യൂബ് കാണുമോ? ഇവിടെ ഊഞ്ഞാലൊന്നുമില്ലേ മോളെ? അയ്യോ, മോക്ക് അറിയത്തില്ലയോ? ഇപ്പോഴത്തെ പിള്ളേർക്ക് ഊഞ്ഞാൽ എന്തുവോ എന്ന് പോലും അറിയത്തില്ല. പണ്ടൊക്കെ ഈ സമയത്ത് എത്ര ഊഞ്ഞാലായിരുന്നു എന്നറിയാം വീടുകളിലൊക്കെ. കഷ്ടം. മോളെ, അച്ഛനും അമ്മ എന്ത് ചെയ്യും? ആഹാരം കഴിച്ചാലും സദ്യ ഉണ്ടോ? അയ്യോ, സദ്യ എന്തോ? ഇതെന്തോ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കുന്നത്? എൻ്റെ ദൈവമേ, തിരുവോണമായിട്ട് ബിരിയാണി. കാലം പോയ പോക്കേ. ഭഗവാനെ, ഇവിടുന്ന് പോകുന്നതാ നല്ലത്. ആരാണെന്നറിയാവോ? ഞാനാ മാവേലി. അയ്യോ, ഇതേ പുതിയ മാവേലിയാ. നിങ്ങളൊക്കെ യൂട്യൂബിൽ കളിക്കുമ്പോഴേ ഞാനും എൻ്റെ വേഷമൊക്കെ മാറി വന്നതാ ഒന്ന് കാണാൻ. അയ്യോ, പിള്ളേരൊക്കെ എല്ലാം പഠിച്ചു, എനിക്കതൊന്നും അറിയത്തില്ല. അതുപോലെ പിള്ളേർക്ക് അറിയത്തില്ല. എന്നാലേ അപ്പൂപ്പ പോവാ കേട്ടോ. ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഹാപ്പി ഓണം, ബൈ ബൈ. ഈ പിള്ളേരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എല്ലാവരും യൂട്യൂബിലും വീഡിയോ കണ്ടൊക്കെ നടക്കുക. ഒന്ന് ഉണ്ണാമെന്ന് കയറി ചെന്നാ കൊച്ചു പറഞ്ഞ് ബിരിയാണിയാണെന്ന്. ഓ, എങ്ങനെ വീട്ടിൽ നിന്ന് വിശ്വസിച്ച് കഴിക്കും? എവിടെ ചെന്നാലും ഓൺലൈനിൽ നിന്ന് മേടിക്കുന്ന സാധനം, ഇല പ്ലാസ്റ്റിക്, ഉപ്പേരി, പായസം എല്ലാം ഓൺലൈനിൽ നിന്നാണ് മേടിക്കുന്നത്. വിശ്വസിച്ച് എങ്ങനെ കഴിക്കും? ഭയങ്കര വിശപ്പ്. അടുത്ത വീട് തപ്പം, അതാണ് നല്ലത്. എൻ്റെ മോനെ, വേമ അണഞ്ഞു വന്നടാ. തീർക്കല്ലേ? എടാ കിറ്റുവേ, ഇതിലൊരെണ്ണം അടിച്ചപ്പോഴുണ്ടല്ലോ എൻ്റെ സകല ടെൻഷനും പോയി. അതങ്ങനെ ഇന്നലെ അടിച്ചപ്പോൾ എന്തൊരു സുഖമാടാ. പിന്നെ ലഹരി ഇല്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്തേനറിയാ? തീർക്കല്ലേ? അത് ശരിയാടാ. ഇതില്ലെങ്കിൽ ഒരു കാര്യം നടക്കത്തില്ല, സമാധാനമില്ല, ഒന്നുമില്ല. ഇതില്ല പറ്റത്തില്ലടാ, ചിന്ത ചെയ്യാനാ. നിങ്ങൾ എന്താണ് ഇത് കാണിക്കുന്നത്? ആര്? എന്താ? താൻ ഏതാടോ? തനിക്കുന്നോടെ കാര്യം. തനിക്ക് ഭിക്ഷ വേണമെങ്കിൽ വേറെ വല്ലയിടത്തും ചോദിക്കണം. അവിടെ ചോദിച്ചിട്ട് കാര്യമില്ല. പോ 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 പോ, ഇത് സ്ഥലം വേറെയാ.
ഭിക്ഷയല്ല ചോദിക്കുന്നത്, സ്നേഹമാ. ഈ ലഹരി ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ജീവിതം കളയല്ലേ കേട്ടോ. ആരാ മഹാത്മാവോ? നീറ്റ് പോടും, ചുമ്മാ ഗുണദോഷിക്കാൻ നടക്കും. ഈ വിഷം നിന്നെ പതിയെ പതിയെ കൊല്ലും. നിന്നെ മാത്രമല്ല നിന്റെ കുടുംബം കൂടെ തകർക്കും. താഴെ പോടും, ഇവിടെ മൂട് കളയാനായിട്ട് നാശം പിടിക്കുക. എവിടെ നിന്ന് കുത്തിയും പുറത്തുണ്ട് തൊണ്ടകാലം തുടങ്ങാനായിട്ട്. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഇതൊക്കെ വട്ടാണ്, തലക്ക് ഓളവാ. പലതും പറയും അങ്ങനെ. പിന്നല്ലാതെ വട്ട് പിടിച്ചെന്നൊക്കെ രാവിലെ വന്ന്. ഞാൻ എൻ്റെ നാട്ടിൽ വന്നപ്പോഴേ ഇവിടുത്തെ കാഴ്ച കണ്ട് എൻ്റെ മനസ്സെല്ലാം ഭയങ്കരമായിട്ട് വേദനിച്ചു. പണ്ട് എൻ്റെ നാട്ടിൽ കള്ളവും ചതിയും ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ലഹരി ഉപയോഗിച്ച് എല്ലാവരും കള്ളവും ചതിയും എല്ലാം കൂടി. എൻ്റെ മക്കളിൽ പലരും ഈ ലഹരിക്ക് അടിമയായി കാണുമ്പോൾ എൻ്റെ നെഞ്ച് തീർന്നു. ഇത് ഞങ്ങൾ ചുമ്മാ ഒരു രസത്തിന് തുടങ്ങിയതാ. ഒരു രസത്തിന് വേണ്ടിയിട്ടുള്ള ജീവിതം ഒരു ദുരന്തമായി മാറും. ഒരിക്കലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് മുക്തി കിട്ടാൻ പാടാണ്. ലഹരി എന്ന് പറയുന്ന സാധനം നിങ്ങളെ രോഗത്തിലേക്ക് നയിക്കും. നിങ്ങളുടെ ബന്ധുമിത്രാദികളെ നിങ്ങളിൽ നിന്ന് അകത്തും. കൂട്ടുകാർ നിങ്ങളെ ഉപേക്ഷിച്ച് പോകും. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ ഇതിൽ നിന്ന് പുറത്തു വരും. നിൻ്റെ ബുദ്ധിശക്തി ഇതില്ലാതാക്കും. നീയും ഇത് ഉപേക്ഷിക്കും. ഞങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് മനസ്സിലായി മാവേലി. നാടിൻ്റെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. ഇതില്ലാതാക്കാൻ നമുക്ക് ഒന്നിച്ച് നിൽക്കാം. നിങ്ങൾ രണ്ടുപേരും ഇതിൽ നിന്ന് മുക്തി നേടണം. ഈ നാടിൻ്റെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. ഇതില്ലാതാക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നിങ്ങൾ രണ്ടുപേരും ഈ ലഹരിയിൽ നിന്നും മുക്തി നേടണം. മാവേലി പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ ഇതിൽ നിന്ന് പുറത്തു വരെ മാക്സിമം ശ്രമിക്കാം. മാവേലിയും കൂടെ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഉറപ്പായും ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇതിൽ നിന്ന് പുറത്തു വരാൻ സഹായിക്കുന്ന നിരവധി സ്ഥലങ്ങളുണ്ട്. സർക്കാർ ആശുപത്രികളിൽ പോലും അതിന് പ്രത്യേക സൗകര്യമുണ്ട്. ലഹരിയിൽ നിന്ന് മോചിതരായ നിരവധി യുവാക്കളുണ്ട്. നിങ്ങളുടെ ഈ തീരുമാനത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. മാവേലി ഈ നാടിനെ രക്ഷിക്കാൻ ഒന്നും കൂടെ വരണം. ഞങ്ങളെ അനുഗ്രഹിക്കാം. ഈ നാടിനെ രക്ഷിക്കേണ്ടത് ഞാനല്ല മക്കളെ, നിങ്ങളാണ്. നിങ്ങളുടെ ചിന്തയും പ്രവൃത്തിയുമാണ് ഈ നാടിന് ആവശ്യം. എൻ്റെ വാക്കുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ലഹരി നിങ്ങളുടെ ജീവിതത്തെ ഇരുട്ടിലേക്ക് തള്ളിവിടും. സന്തോഷത്തിൻ്റെ മിന്നലാട്ടം പോലെ തോന്നാമെങ്കിലും അത് നിങ്ങളുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും ഇല്ലാതാക്കും. ലഹരിക്ക് അടിമപ്പെട്ട ഒരു മനസ്സിന് ഒരു സ്വതന്ത്ര ചിന്തയും ഉണ്ടാകില്ല. ഒരു നിമിഷത്തെ ആനന്ദത്തിനു വേണ്ടി ജീവിതം ഹോമിക്കരുത്. ലഹരിയെ അകറ്റി നിർത്തി സ്വപ്നങ്ങൾക്ക് ചിറക് നൽകൂ. നിങ്ങളുടെ ചിന്തകൾ ലഹരിയല്ല, നിങ്ങളുടെ സ്വന്തം കഠിനാധ്വാനമാകട്ടെ നിങ്ങളുടെ ലഹരി. ലഹരി മുക്ത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. അങ്ങനെ പോയടാ. എടാ മറ്റേ മാവേലി നല്ല ഉടുപ്പൊക്കെ ഇട്ട് നല്ല സുന്ദര കുട്ടപ്പ മാവേലി എനിക്ക് വെള്ളം വേണം. ആരൊന്നു അളിയാ, നീ എന്നെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് ഞാനിവിടെ കിടന്നു. എന്താ പാടാ? അളിയാ, ഞാൻ ഒരു സ്വപ്നം കണ്ടളിയാ. എന്തോ ഞാൻ വെള്ളവടിയൊക്കെ നിർത്തി. നല്ല മാവേലിയാന്ന് പറഞ്ഞ ഒരാൾ വന്നു, നല്ല ഉടുപ്പൊക്കെ ഇട്ട് നല്ല ടൈറ്റിലുള്ള ഒരാൾ, സൗന്ദര്യം എന്നെ അനുഗ്രഹിച്ചളിയാ. വെള്ളം അടിക്കരുതെന്ന് പറഞ്ഞളിയാ. ശരിയല്ലേ അളിയാ? നമ്മൾ വെള്ളം അടിക്കാൻ നമ്മുടെ കുടുംബം ഇല്ലാതാവത്തില്ല അളിയാ. ഒന്ന് ആലോചിച്ച്, പണ്ടത്തെ ഓണക്കളികൾ, പൂക്കളം, സദ്യ, ഇതൊന്നും ഇല്ലെന്ന് ഞാൻ സ്വപ്നം കണ്ടളിയാ. എന്താടാ? ആ പണ്ടത്തെ പോയിട്ട് നമുക്ക് ക്ലബിൽ പോവാടാ. വെള്ളമടിയൊക്കെ നിർത്തി ഉഷാറാവാളിയാ. എനിക്ക് വേണ്ട, ഞാൻ അങ്ങേർക്കൊപ്പമാ. ലഹരിയേ വേണ്ട. നമ്മൾ പ്രളയത്തെ അതിജീവിച്ചു, കോവിഡിനെ അതിജീവിച്ചു, ഇതും അതിജീവിക്കും അളിയാ. അതൊക്കെ തന്നെ ശരിയാണ് അളിയാ. ഇനി ഞാൻ ഒന്നിനുമില്ല, വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കും ഞാൻ. എല്ലാവരും അങ്ങനെ വിചാരിച്ചാൽ മതി. ഹാപ്പി ഓണം അളിയാ, ഹാപ്പി ഓണം.